ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി എസ് സി ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഈ വീഡിയോയിൽ ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി മനീഷ് ഖന്ന ചുമതലയേറ്റു. സ്ഥാപക നേതാവിൻ്റെ മുജീബുർ റഹ്മാൻ്റെ ചിത്രം കറൻസിയിൽ നിന്ന് നീക്കം ചെയ്ത് ബംഗ്ലാദേശ്. കേരളത്തിലെ അങ്കമാലി ശബരി റെയിൽപാത പുനരുജ്ജീവിപ്പിക്കാൻ അനുമതി. കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവൽ. കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവൽ. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസ് 2026 ഒക്ടോബർ 1 മുതൽ. UN രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ സഹ അധ്യക്ഷ സ്ഥാനവും താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും പാകിസ്ഥാന്. 2025 UN സമുദ്ര ഉച്ചകോടി ഫ്രാൻസിലെ നീസിൽ നടന്നു. ഇറാനെതിരെ ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. അമിതാഭ് കാന്ത് ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. ഇസ്രയേലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യം ഓപ്പറേഷൻ സിന്ധു. ഇസ്രയേലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യം ഓപ്പറേഷൻ സിന്ധു. നാവികസേനയുടെ ആദ്യത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആകും അർനാല. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള US-ന്റെ രഹസ്യ ദൗത്യമാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. പ്രഥമ IGF ആർച്ചർ അമിഷ അവാർഡ് ഫോർ സ്റ്റോറി ടെല്ലേഴ്സ് ഇന്ത്യൻ ഡോക്ടറും എഴുത്തുകാരിയുമായ ഡോക്ടർ ശാലിനി മുള്ളിക്കിൻ്റെ നോവലായ ദി വേം ഹോം എന്ന കൃതിക്ക്. മലയാളിയായ ലീന നായർക്ക് ബ്രിട്ടന്റെ ഉന്നത ബഹുമതിയായ കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പുരസ്കാരം. ചില്ലറ വ്യാപാര ഉപഭോക്തൃ മേഖലകളിലെ സംഭാവനകൾക്ക് പുരസ്കാരം. പ്രൊഫസർ NP മന്മഥൻ അക്ഷയ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന്. 1,00,000 രൂപയും ശില്പവും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ 2021-22 വർഷങ്ങളിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ KG പരമേശ്വരൻ നായർക്കും ഏഴാച്ചേരി രാമചന്ദ്രനും 2023 N അശോകനും. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ രചിച്ച അഖിൽ P ധർമ്മജനും ബാലസാഹിത്യ പുരസ്കാരത്തിന് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന കുട്ടികളുടെ നോവൽ രചിച്ച ശ്രീജിത്ത് മൂത്തേടത്തും അർഹരായി. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ രചിച്ച അഖിൽ P ധർമ്മജനും ബാലസാഹിത്യ പുരസ്കാരത്തിന് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന കുട്ടികളുടെ നോവൽ രചിച്ച ശ്രീജിത്ത് മൂത്തേടത്തും അർഹരായി. സംഗീത സാംസ്കാരിക സപര്യയുടെ പുരസ്കാരം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കും സംഗീത സംവിധായകൻ ജെറി അമൽദേവിനും. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്നു ആറളം വന്യജീവി സങ്കേതം. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്നു ആറളം വന്യജീവി സങ്കേതം. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസിനെ നയിക്കുന്ന ആദ്യ വനിതയാകുന്നു ബ്ലെയ്സ് മെട്രവലി. ടെസ്ലയുടെ റോബോട്ട് പദ്ധതി തലപ്പത്തെത്തി ഇന്ത്യക്കാരനായ അശോക് എള്ളുസ്വാമി. മാലിദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസഡറായി കത്രീന കൈഫ് നിയമിതയായി. G7 ഉച്ചകോടി കാനഡയിൽ നടന്നു. US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ എന്നിവയാണ് G7 രാജ്യങ്ങൾ. G7 ഉച്ചകോടി കാനഡയിൽ നടന്നു. US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ എന്നിവയാണ് G7 രാജ്യങ്ങൾ.
തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി ഡി രചന ചുമതലയേറ്റു. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. ഗുജറാത്തിലെ കച്ചിൽ ഹാരപ്പൻ സംസ്കാരത്തിന് 5000 വർഷം മുമ്പുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തി. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. ഉപഗ്രഹ അധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ അനുമതി ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് കമ്പനിക്ക് ലഭിച്ചു. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി ഡിജിപിൻ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ആവിഷ്കരിച്ച് തപാൽ വകുപ്പ്. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി ഡിജിപിൻ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ആവിഷ്കരിച്ച് തപാൽ വകുപ്പ്. കാനഡ, ക്രൊയേഷ്യ, സൈപ്രസ് സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടു. ഇന്ത്യൻ ജനസംഖ്യ ഇക്കൊല്ലം 146 കോടി കടക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങി കർണാടക. ആക്സിയം 4 വിക്ഷേപണ ദൗത്യം വിജയകരം. 41 വർഷത്തിനു ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും. സാങ്കേതിക തകരാറുകളും കാലാവസ്ഥാ പ്രശ്നങ്ങളും നിമിത്തം 6 പ്രാവശ്യം നിർത്തിയ ദൗത്യമാണ് 2025 ജൂൺ 25 യാഥാർത്ഥ്യമായത്. ആക്സിയം 4 വിക്ഷേപണ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് എത്തിയത്. ഈ ദൗത്യത്തിൻ്റെ മിഷൻ പൈലറ്റായ ശുഭാംശു ശുക്ലയോടൊപ്പം പെഗ്ഗി വിറ്റ്സൺ അമേരിക്ക, സ്ലാവോസ് ഉസ്നാനി വിനിസ്കി പോളണ്ട്, ടിബോർ കബു ഹംഗറി എന്നിവർ. സഞ്ചരിച്ച പേടകത്തിന് നൽകിയ പേര് ഗ്രേസ്. ഈ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണേ, ഒന്നുകൂടെ വായിക്കാം. ആക്സിയം 4 വിക്ഷേപണ ദൗത്യം വിജയകരം. 41 വർഷത്തിന് ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും. സാങ്കേതിക തകരാറുകളും കാലാവസ്ഥാ പ്രശ്നങ്ങളും നിമിത്തം 6 പ്രാവശ്യം നിർത്തിയ ദൗത്യമാണ് 2025 ജൂൺ 25 യാഥാർത്ഥ്യമായത്. ആക്സിയം 4 വിക്ഷേപണ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് എത്തിയത്. ഈ ദൗത്യത്തിൻ്റെ മിഷൻ പൈലറ്റായ ശുഭാംശു ശുക്ലയോടൊപ്പം പെഗ്ഗി വിറ്റ്സൺ അമേരിക്ക, സ്ലാവോസ് ഉസ്താനി വിനിസ്കി പോളണ്ട്, ടിബോർ കബു ഹംഗറി എന്നിവർ. സഞ്ചരിച്ച പേടകത്തിന് നൽകിയ പേര് ഗ്രേസ്. തദ്ദേശീയമായി വികസിപ്പിച്ച 50 കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള രുദ്രാസ്ത്ര ഡ്രോണിൻ്റെ പരീക്ഷണം വിജയം. അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ച് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മനില, ഫിലിപ്പീൻസ്. നിർമ്മിത ബുദ്ധി സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം LNG വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. 1960കളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന നടൻ GP രവി അന്തരിച്ചു. നടൻ മോഹൻലാലിനെ ആദരിച്ച് ശ്രീലങ്കൻ പാർലമെൻറ്റ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയ്മ അക്ഷരമുദ്ര പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് 50,000 രൂപയുടേതാണ് പുരസ്കാരം. ഒരു ടെസ്റ്റ് മത്സരത്തിൽ 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. ഒരു ടെസ്റ്റ് മത്സരത്തിൻ്റെ 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. പോൾ വാൾട്ടിൽ 12ാം തവണയും ലോക റെക്കോർഡ് കുറിച്ച് സ്വീഡിഷ് താരം അർമാൻഡ് ഡ്യുപ്ലാന്റിസ്.
വനിതാ ടെന്നീസിലെ മുൻ ലോക 2ാം നമ്പർ താരം പെട്രോ കിറ്റോവ വിരമിക്കൽ പ്രഖ്യാപിച്ചു. മുൻ വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ മാർക്കേറ്റ വെൻഡാസോവയ്ക്ക് ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടം. ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ ഉസ്ചെസ് കപ്പ് മാസ്റ്റേഴ്സിൽ ജേതാവായി. ഈ സീസണിലെ 3ാം കിരീടമാണ്. ഇതോടെ ലോക ചെസ് റാങ്കിങ്ങിൽ നാലാമതെത്തി ഇന്ത്യയിൽ 1ാം സ്ഥാനത്തായി. ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ ഉസ്ചെസ് കപ്പ് മാസ്റ്റേഴ്സിൽ ജേതാവായി. ഈ സീസണിലെ 3ാം കിരീടമാണ്. ഇതോടെ ലോക ചെസ് റാങ്കിങ്ങിൽ 4ാമതെത്തി ഇന്ത്യയിൽ 1ാം സ്ഥാനത്തെത്തി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.